ഹേ ഗൈസ്, ഇന്ന് നമ്മൾ മാംഗ്ലൂർ എനപ്പോയ ആയുഷ് ഗേൾസ് ഹോസ്റ്റലിന്റെ ഒരു റൂം ടൂർ ആണ് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് പുറത്തുനിന്നുള്ള ഹോസ്റ്റലിന്റെ ഫുൾ വ്യൂ. ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറും മെസ്സും കൂടി ഇൻക്ലൂഡ് ആയിട്ട് ടോട്ടൽ 14 ഫ്ലോർസ് ആണ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ എൻട്രൻസ്. കൂടാതെ നമുക്ക് 2 ലിഫ്റ്റും അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ റൂം. ഈ ഒരു ഫ്ലോറിൽ തന്നെ 10-15 അല്ലെ അതിൽ കൂടുതൽ റൂംസ് ഉണ്ട്. ഈ ഒരു ഫ്ലോറിൽ ഫുള്ള് 6 ഷെയറിംഗ് റൂംസ് ആണ് വരുന്നത്. ഇതാണ് റൂമിന്റെ ഫ്രണ്ടിലുള്ള കോറിഡോർ. അപ്പൊ നമ്മൾ റൂം തുറന്ന് ചെല്ലുമ്പോൾ തന്നെ 6 ഷെയറിംഗ് ആയതുകൊണ്ട് തന്നെ 3 ഡബിൾ ഡക്കർ ബെഡാണ് കൊടുത്തേക്കുന്നത്. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഫുൾ സൈസ് മിററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബെഡ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ബെഡൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ബെഡും ബെഡ്ഷീറ്റ്സും ഒക്കെ നമ്മൾ ഹോസ്റ്റലിൽ ചേരാൻ ചെല്ലുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. പിന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ വരുന്നത്. കൂടാതെ ഓരോരുത്തർക്കും ആയിട്ട് ഓരോ വാൾഡ്രോബ്സും കൊടുത്തിട്ടുണ്ട്. 4 വാൾഡ്രോബ്സ് ഇവിടെയും ബാക്കി 2 ഓരോ ബെഡിന്റെ ഇടയിലായിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ സ്റ്റഡി ടേബിളിന്റെ പൊക്കത്തായിട്ട് കുറച്ച് ഏരിയ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ തന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ തൽക്കാലം ഞങ്ങളുടെ സ്നാക്സും പ്ലേറ്റ്സ് ഒക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ നേരെ നമ്മുടെ ബാത്റൂം ഏരിയ ആണ്. ടോയ്ലറ്റും ബാത്റൂമും സെപ്പറേറ്റഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ടോയ്ലറ്റ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ ബാത്റൂമും സ്പേഷ്യസ് ആണ്. ഞാൻ രണ്ടും തുറന്ന് കാണിച്ചു തരാം. ബാത്റൂമിലെ ഹീറ്ററും പ്രൊവൈഡഡ് ആണ്. ഇനി നമ്മുടെ റൂമിന്റെ കർട്ടൻ മാറ്റുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് കാണിക്കുന്നത്. ഞാൻ ഫസ്റ്റ് കാണിച്ച ഹോസ്റ്റലിലെ പുറത്തുനിന്നുള്ള വ്യൂവിന്റെ ക്ലിപ്പില്ല. അപ്പൊ ആ ഒരു സൈഡിലാണ് നമ്മുടെ റൂം വരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒരു വലിയ ടർഫാണ് കേട്ടോ വ്യൂ. ഇത് അത്യാവശ്യം വലിയൊരു ടർഫാണ്. അതുകൊണ്ട് എല്ലാ ഈവനിങ്ങിലും ഇവിടെ മാച്ചസ് നടക്കാറുണ്ട്. പിന്നെ വിൻഡോന്റെ ഈ സൈഡിലായിട്ട് തന്നെ നമ്മുടെ തുണിയൊക്കെ വിരിച്ചിടാനായിട്ട് ഒരു ഏരിയ തന്നിട്ടുണ്ട്. പിന്നെ മെയിൻ ഡോറിന്റെ ബാക്കിലായിട്ട് നമ്മുടെ ഷർട്ട്സ്, ബാഗ്സ് അല്ലെങ്കിൽ ID കാർഡൊക്കെ ഹാങ് ചെയ്യാനായിട്ട് കുറച്ച് ഹുക്സും തന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു വാർഡ്രോബിൽ എന്തുമാത്രം സ്പേസ് ഉണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ഓരോന്നാണ്. അപ്പോൾ അതിൽ ഇത്രമാത്രം സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇത് ലോക്ക് ചെയ്യാനായിട്ട് കീയും തന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ തൽക്കാലം ഈ വാർഡ്രോബ്സിന്റെ ഒക്കെ പൊക്കത്തായിട്ട് ഞങ്ങളുടെ ബാഗ്സ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഓരോ ബെഡിനും സെപ്പറേറ്റ് ഫാനുകൾ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ബെഡിലുള്ളവർക്കാണെങ്കിലും അവർക്ക് സെപ്പറേറ്റ് ഫാന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ബെഡിനും അറ്റാച്ച്ഡ് ആയിട്ട് സ്വിച്ച് ബോർഡും ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് വേറെ സ്വിച്ച് ബോർഡ്സ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിലേറെ സ്വിച്ച് ബോർഡ്സ് ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഹോസ്റ്റലിന്റെ 12th ഫ്ലോറിൽ നോക്കുമ്പോൾ നമ്മുടെ കോളേജ് ഇങ്ങനെ കാണാൻ പറ്റും. ഇതാണ് കേട്ടോ നമ്മുടെ കോളേജ്. കോളേജും ഹോസ്റ്റലും തമ്മിൽ നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹോസ്റ്റൽ റൂം ടൂർ. ഇനി നിങ്ങൾക്ക് ഹോസ്റ്റൽ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ഒക്കെയാണ് വേണ്ടതെന്നൊന്ന് കമന്റും കൂടെ ചെയ്യണം.